ഉള്ളിലെ ഭയവും ആത്മവിശ്വാസക്കുറവും മൂലം നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നും ഓടിയൊളിക്കാറുണ്ടോ? നിങ്ങളുടെ ഭയത്തിന്റെ നടുവിൽ ദൈവം നിങ്ങളെ ഒരു നായകനാക്കുവാൻ വിളിച്ചാലോ? ബൈബിളിലുടനീളം നമുക്ക് കാണാം, ദൈവം പലപ്പോഴും ആരും പ്രതീക്ഷിക്കാത്തവരെയാണ് തന്റെ പദ്ധതികൾ നിറവേറ്റുവാനായി തിരഞ്ഞെടുക്കുന്നത്. വിക്കനും ആത്മവിശ്വാസമില്ലാത്തവനുമായ മോശ അതിഭീമമായ ഗോലിയാത്തിനെ തോൽപ്പിച്ച വെറുമൊരു ഇടയ ബാലനായ ദാവീദ്, ദൈവത്തിന്റെ വിളിയിൽ നിന്നും ഓടിപ്പോയ യോന, ലോകരക്ഷകനെ സംരക്ഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട എളിയ മരപ്പണിക്കാരനായ യോസേഫ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുപോലുള്ള മറ്റൊരാളെ കുറിച്ചാണ്. താൻ ഏറ്റവും താഴ്ന്നവനും ദുർബലനുമാണെന്ന് ചിന്തിച്ച് ശത്രുക്കളിൽ നിന്നും ഒളിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഗിദെയോൻ. കഴിവില്ലാത്തവനെന്ന് സ്വയം വിലയിരുത്തിയ ഒരു മനുഷ്യനെ ഒരു ശക്തനായ യോദ്ധാവാക്കി മാറ്റിയതും അവനിലൂടെ ഒരു ജനതയെ മുഴുവൻ രക്ഷിച്ചതുമായ ആ സംഭവം നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ ന്യായാധിപന്മാരുടെ പുസ്തകം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രധാനമായും വിഗ്രഹാരാധന, മറ്റ് ദൈവങ്ങളെ, പ്രത്യേകിച്ച് ബാൽ, അഷേര എന്നിവയെ ആരാധിക്കുന്നതിനെക്കുറിച്ചാണ്. തൽഫലമായി യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാന്യരും അവരുടെ സഖ്യകക്ഷികളായ അമാലേക്യരും മറ്റ് കിഴക്കൻ ജനതകളും ചേർന്ന് വെട്ടിക്കിളികളുടെ ഒരു കൂട്ടം പോലെ ദേശത്തെ ആക്രമിച്ചു. മണൽത്തരി പോലെ എണ്ണമറ്റ ഒട്ടകങ്ങളുടെ പുറത്ത് അവർ എത്തി വിളകൾ തിന്നു, കന്നുകാലികളെ പിടിച്ചു. ഇസ്രായേലിയരെ ദരിദ്രരും തകർന്നവരും ആക്കി. ഇസ്രായേലിയർ തങ്ങളുടെ വീടുകൾ വിട്ട് മലകളിലെ ഗുഹകളിലും കോട്ടകളിലും മാളങ്ങളിലും ഒളിക്കാൻ നിർബന്ധിതരായി. അവരുടെ ജീവിതം ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. വിശപ്പും ഭയവും നിരാശയും ദേശത്തെ മൂടിക്കെട്ടി. ഒടുവിൽ നിരാശയിൽ ഇസ്രായേലിയർ യഹോവയോട് നിലവിളിച്ചു. എന്നാൽ ദൈവം സഹായം അയക്കുന്നതിന് മുമ്പ് അവനൊരു പ്രവാചകനെ അയച്ചു. തിരുവചനത്തിൽ പേര് വെളിപ്പെടുത്താത്ത ആ പ്രവാചകൻ ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്നു പുറപ്പെടുവിച്ചു, അടിമവീട്ടിൽ നിന്നും നിങ്ങളെ കൊണ്ടുവന്നു. മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ചു. അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്നു നീക്കിക്കളഞ്ഞു. അവരുടെ ദേശം നിങ്ങൾക്കു തന്നു. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവം ആകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതു എന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എന്റെ വാക്കു കേട്ടില്ല. എന്നിരുന്നാലും ദൈവം തന്റെ കാരുണ്യത്താൽ അവരെ കൈവിട്ടില്ല. പിന്നീട് യഹോവയുടെ ഒരു ദൂതൻ ഒഫ്രയിൽ അബിയേസ്യനായ യോവാഷിന്റെ മകനായ ഗിദെയോന്റെ അടുത്ത് ചെന്നു. അവൻ അവിടെ ഒരു കരുവേലക മരത്തിന് കീഴിൽ മിദ്യാന്യരിൽ നിന്നും ഒളിച്ചുകൊണ്ട് ഒരു മുന്തിരിച്ചാക്കിനുള്ളിൽ രഹസ്യമായി ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ അതീവ ജാഗ്രതയോടെ നിശബ്ദനായി ഭയത്തോടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആ ദൂതൻ അവനോട് പറഞ്ഞു: അല്ലയോ പരാക്രമശാലിയെ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഗിദെയോന്റെ അപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ശക്തനായ യോദ്ധാവോ ഞാനോ? ഭയത്താൽ ഒളിച്ചിരിക്കുന്ന എന്നെപ്പോലൊരു മനുഷ്യനോ? അവൻ ഇങ്ങനെയൊക്കെ ഹൃദയത്തിൽ വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ? യജമാനനെ ക്ഷണിക്കണമേ, യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ട്? ഞങ്ങളുടെ പൂർവികർ പറഞ്ഞ അവന്റെ അത്ഭുതങ്ങളെല്ലാം എവിടെ? യഹോവ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നില്ലേ? എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ മിദ്യാന്യരുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഗിദെയോന്റെ വാക്കുകൾ സത്യസന്ധമായിരുന്നു, മുറിവേറ്റതായിരുന്നു. അവന്റെ ഭയവും സങ്കടവും ദൈവം തങ്ങളെ മറന്നുപോയതിനാലായിരുന്നു. പിന്നെ ദൂതൻ അവന്റെ നേരെ നോക്കി പറഞ്ഞു: അല്ലയോ പരാക്രമശാലിയെ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു തരണമേ. ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാം. അങ്ങനെ ഗിദെയോൻ ചെന്ന് ഒരു കോലാട്ടിൻ കുട്ടിയെയും ഒരു പറ മാവുകൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കൊട്ടയിൽ വെച്ച്
ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിന് കീഴെ കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വച്ചു. മാംസവും കൊഴുപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാറ് അതിന്മേൽ ഒഴിക്കുക. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് ആ ഭക്ഷണത്തിൽ തൊട്ടു. ഉടനെ പാറയിൽ നിന്നും തീ പുറപ്പെട്ടു, മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ കണ്ണിന് മറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ. നിനക്കു സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. അത് ഇന്നുവരെയും അബിയേസ്യർക്കുള്ള ഒഫ്രയിൽ ഉണ്ട്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചു, നിന്റെ അപ്പന്റെ കാളക്കുട്ടിയെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്നു ബാലിന്റെ ബലിപീഠം ഇടിച്ചുകളയുകയും അതിന് സമീപമുള്ള അശേരാ പ്രതിഷ്ഠ വെട്ടിക്കളയുകയും ചെയ്യുക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്കു നിയമപ്രകാരം ഒരു യാഗപീഠം പണിതു ആ രണ്ടാമത്തെ കാളയെ എടുത്തു നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക്കുകൊണ്ട് ഹോമയാഗം കഴിക്കാം. അഷേര എന്നത് മാതൃത്വവും ആയി ബന്ധപ്പെട്ട ഒരു കനാന്യ ദേവതയായിരുന്നു. ബലിപീഠങ്ങൾക്ക് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഒരു മരത്തടി, വിഗ്രഹം അല്ലെങ്കിൽ വൃക്ഷം പോലുള്ള ചിഹ്നത്താൽ ആ കാലത്ത് അഷേര പ്രതിനിധീകരിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് പുരുഷ പ്രത്യുത്പാദനത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെ ദേവനായി കണക്കാക്കപ്പെടുന്ന ബാലിനൊപ്പം പലപ്പോഴും കനാന്യർ അഷേരയെ ആരാധിച്ചിരുന്നു. ഗിദെയോൻ തൻ്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവൻ തൻ്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിൻ്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തിങ്കൽ ആ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടു. ഇത് ചെയ്തത് ആരെന്ന് അവർ തമ്മിൽ ചോദിച്ചു. അന്വേഷിച്ചപ്പോൾ യോവാഷിൻ്റെ മകനായ ഗിദെയോൻ ആണ് അത് ചെയ്തത് എന്ന് അവർ കേട്ടു. അവർ യോവാഷിൻ്റെ വീട് ആക്രമിച്ചു. പട്ടണക്കാർ യോവാഷിനോട് പറഞ്ഞു, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം. അവൻ ഞങ്ങളുടെ ദൈവമായ ബാലിൻ്റെ ബലിപീഠം ഇടിച്ച് അതിനരികത്തുണ്ടായിരുന്ന അശേര പ്രതിഷ്ഠയെയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു. ബാലിനു വേണ്ടി നിങ്ങൾ വാദിക്കുമോ? നിങ്ങൾ അവനെ രക്ഷിക്കുമോ? അവനു വേണ്ടി വാദിക്കുന്നവൻ നേരം പുലരുമ്പോൾ തന്നെ മരിക്കട്ടെ. അവനൊരു ദൈവമാണെങ്കിൽ ഒരുവൻ അവന്റെ ബലിപീഠം ഇടിച്ചു വളഞ്ഞതുകൊണ്ട് അവൻ തന്നെ തനിക്ക് വേണ്ടി വാദിക്കട്ടെ. അങ്ങനെ യോവാഷ് ഇവൻ തൻ്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാലുവിൻ്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് അന്ന് യെരുബാൽ എന്ന് പേരിട്ടു. അനന്തരം മിദ്യാന്യരും അമാലേക്യരും കിഴക്കുദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്ന് ഇസ്രയേൽ താഴ്വരയിൽ പാളയമിറങ്ങി. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളം ഊതി അബിയസ്ര്യരെ തൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. മിദ്യാന്യരുടെ അടിച്ചമർത്തലിൽ നിന്നും ഇസ്രയേലിനെ വിടുവിക്കുവാൻ ദൈവം ഗിദെയോനെ ഉയർത്തുകയാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ യാക്കോബിൻ്റെ പിൻഗാമികളായ ഇസ്രയേൽ ഗോത്രങ്ങളായിരുന്ന മനശ്ശെ, ആശേർ, സെബൂലൂൻ, നഫ്താലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളും പുറപ്പെട്ടു വന്ന് അവരോട് ചേർന്നു. എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഗിദെയോൻ ഇപ്പോഴും ഭയത്താൽ മല്ലിടുകയായിരുന്നു. അവനും പ്രാർത്ഥിച്ചു, നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണമേ. ഇതാ, ഞാൻ രോമമുള്ള ഒരു ആട്ടിൻ തോൽ കളത്തിൽ നിവർത്തിയിടുന്നു. തോലിൽ മാത്രം മഞ്ഞ് പെയ്യുകയും നിലം മുഴുവൻ വരണ്ടതായിരിക്കുകയും ചെയ്താൽ നീ പറഞ്ഞ ഇസ്രായേലിന്റെ രക്ഷകൻ ഞാനാണെന്ന് ഞാൻ അറിയും. അവൻ പിറ്റേന്ന് അതികാലത്ത് എഴുന്നേറ്റ് തോൽ പിഴിഞ്ഞു മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറഞ്ഞെടുത്തു. ഉള്ളിൽ നിറയെ ഭയമുണ്ടായിട്ടും സ്വന്തം ശക്തിയിലും കഴിവിലും വിശ്വാസമില്ലാതെ ഗിദെയോൻ വീണ്ടും ദൈവത്തോട് ചോദിച്ചു, എന്നോട് കോപിക്കരുതേ, ഒരു തവണ കൂടി അങ്ങ് അടയാളം കാണിക്കണം. ഈ തവണ തോൽ ഉണങ്ങിയും നിലം മഞ്ഞുകൊണ്ട് നനഞ്ഞും ഇരിപ്പാൻ അരുളണമേ. വീണ്ടും ദൈവം അവൻ പറഞ്ഞ അടയാളം നൽകി. തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞും കൊണ്ട് നനഞ്ഞും ഇരുന്നു. ഗിദെയോന്റെ സംശയങ്ങൾ എല്ലാം അങ്ങനെ മാറി. അങ്ങനെ 32,000 യോദ്ധാക്കൾ ഗിദെയോനോടൊപ്പം യുദ്ധത്തിനായി തയ്യാറായി നിന്നു. പക്ഷേ ദൈവം പറഞ്ഞു, നിന്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ട്. എന്റെ സ്വന്തം ശക്തി എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ വീമ്പിളക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ആർക്കെങ്കിലും ഭയമുണ്ടെങ്കിൽ തിരിച്ചു പോകാം എന്ന് പ്രഖ്യാപിക്കുക. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന 22,000 പേര് തിരിച്ചുപോയി. യഹോവ പിന്നെയും ഗിദെയോനോട് പറഞ്ഞു,
ജനം ഇനിയും അധികം ആകുന്നു. അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോക. അവിടെ വെച്ചു ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തെങ്കിലേക്ക് കൊണ്ടുപോയി. പട്ടി നക്കിക്കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കിക്കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക. കൈ വായ്ക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. നക്കിക്കുടിച്ച 300 പേരെ കൊണ്ടു ഞാൻ നിങ്ങളെ രക്ഷിച്ചു മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ. ഗിദെയോന്റെ അപ്പോഴത്തെ ഒരവസ്ഥ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 10,000 വരുന്ന ആൾക്കാർ വിരലിൽ എണ്ണാവുന്ന ഒരു ചെറിയ സൈന്യമായി ചുരുങ്ങി. അങ്ങനെ അവർ ജനത്തിൻ്റെ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും വാങ്ങി. ശേഷം ഇസ്രായേലരെയൊക്കെയും അവൻ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ 300 പേരെ നിർത്തുകയും ചെയ്തു. ഗിദെയോന്റെ ഉള്ളിലെ ഭയം പൂർണ്ണമായും മാറ്റുവാൻ അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചു, എഴുന്നേറ്റു മിദ്യാന്യരുടെ പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുക. ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങിച്ചെല്ലുവാൻ നിനക്കു പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്കു ഇറങ്ങിച്ചെല്ലുക. അപ്പോൾ അവർ സംസാരിക്കുന്നതു എന്താണെന്ന് നീ കേൾക്കും. അതിനുശേഷം അവരുടെ പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുവാൻ നിനക്കു ധൈര്യം വരും. ഭയം ഉള്ളിലിറക്കി ഗിദെയോൻ തന്റെ ബാല്യക്കാരനായ പൂരയും കൂട്ടി ശത്രുപാളയത്തിന് സമീപം നുഴഞ്ഞു കയറി. ആ താഴ്വരയിൽ മിദ്യാന്യരും അമാലേക്കരും കിഴക്കുദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്നപോലെ അസംഖ്യമായി കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യം ആയിരുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു യവ അപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്നു കൂടാരം വരെ എത്തി. അതിനെ തള്ളി മറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണുകിടക്കുന്നു. ഇത് യോവാഷിന്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രായേലിയന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദ്യാന്യെയും ഈ പാളയത്തെയൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എഴുന്നേൽപ്പിൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഗിദെയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ യഹോവയെ നമസ്കരിച്ചു. അവന്റെ ഉള്ളിലെ ഭയം അശേഷം ഇല്ലാതായി. അവൻ അവരുടെ പാളയത്തിലേക്ക് മടങ്ങി. മിദ്യാന്യ പാളയത്തിന്റെ അറ്റത്ത് എത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം. ഞാനും എന്നോട് കൂടെയുള്ളവരും കാഹളം ഊതുമ്പോൾ നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹളം ഊതി യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറയണം. മധ്യായാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിദെയോനും കൂട്ടരും മിദ്യാന്യ പാളയത്തിന്റെ അറ്റത്ത് എത്തി കാഹളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്ന് ആർത്തു. അവർ പാളയത്തിന്റെ ചുറ്റും നിലയുറപ്പിച്ചു. മിദ്യാന്യർ പരിഭ്രാന്തരായി പരസ്പരം എതിർത്തു. ഓരോരുത്തൻ മറ്റൊരുത്തനെ വെട്ടി വീഴ്ത്തുവാൻ തുടങ്ങി. ആശയക്കുഴപ്പം പരന്നു. ശത്രുക്കൾ എല്ലാ ദിക്കിലേക്കും ഓടി. ഇസ്രയേൽ അവരെ പിന്തുടർന്ന് 2 മിദ്യാന്യ പ്രഭുക്കന്മാരായിരുന്ന ഓരേബിനെയും സേബിനെയും പിടികൂടി കൊന്നുകളഞ്ഞു. എന്നാൽ ഗിദെയോന്റെ ജോലി പൂർത്തിയായിരുന്നില്ല. യോർദാനക്കരെ മിദ്യാന്യരെ പിന്തുടരുമ്പോൾ ഗിദെയോനും അവന്റെ 300 ആളുകളും ക്ഷീണിതരായിരുന്നു. എങ്കിലും അവരുടെ ഉള്ളിൽ ശത്രുക്കളെ തോൽപ്പിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അവൻ സുക്കോത്തിലെ നിവാസികളോടും പെനുവേൽ നിവാസികളോടും തന്റെ കൂടെയുള്ള പടജനത്തിന് അപ്പം കൊടുക്കണമേ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദ്യാന്യ രാജാക്കന്മാരായ സേബഹിനെയും സൽമുന്നയെയും പിന്തുടരുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർ വിസമ്മതിച്ചു. ഗിദെയോൻ അവരോട് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകി: യഹോവ എനിക്ക് വിജയം നൽകുമ്പോൾ ഞാൻ തിരിച്ചു വന്ന് നിങ്ങളോട് ഇതിന് പകരം ചോദിക്കും. അങ്ങനെ ഗിദെയോൻ മിദ്യാന്യ രാജാക്കന്മാരായ സേബഹിനെയും സൽമുന്നയെയും പിന്തുടർന്ന് കൊന്നു. പിന്നീട് തങ്ങൾക്ക് ഭക്ഷണം തരാൻ വിസമ്മതിച്ച സൂക്കോത്ത് പെനുവേൽ പ്രദേശത്തെ പ്രഭുക്കന്മാരെയും മൂപ്പന്മാരെയും കൊന്നുകളഞ്ഞു. ഇസ്രയേൽ അങ്ങനെ സ്വതന്ത്രരായി. ജനങ്ങൾ ഗിദെയോന് രാജ്യത്വം വാഗ്ദാനം ചെയ്തു. നീയും നിന്റെ മക്കളും കൊച്ചുമക്കളും ഞങ്ങളെ ഭരിക്കണം എന്നവർ പറഞ്ഞു. എന്നാൽ ഗിദെയോൻ വിസമ്മതിച്ചു. യഹോവ നിങ്ങളെ ഭരിക്കും എന്നവൻ മറുപടി പറഞ്ഞു. ഗിദെയോൻ അവരോട് അവരുടെ കൊള്ള മുതലിൽ നിന്നും ഓരോ സ്വർണ്ണ കമ്മലുകൾ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് അവൻ ഏഫോദ് എന്ന് പറയുന്ന ഒരു പുരോഹിത വസ്ത്രം ഉണ്ടാക്കി. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, ഇസ്രയേൽ അതിനെയും ആരാധിക്കാൻ തുടങ്ങി. ഗിദെയോൻ തന്റെ ദിവസങ്ങൾ സമാധാനത്തോടെ ജീവിച്ചു. ഗിദെയോന് വളരെ ഭാര്യമാരുണ്ടായിരുന്നത് കൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ 70 പുത്രന്മാർ ഉണ്ടായിരുന്നു. ശേഖേമിലുള്ള അവൻ വെപ്പാട്ടിയും അവൻ ഒരു മകനെ പ്രസവിച്ചു.
അവന് അബിമേലേക്ക് എന്ന് അവൻ പേരിട്ടു. യോവാഷിന്റെ മകനായ ഗിദെയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു. അവനെ അബിയേസ്രിയർക്കുള്ള ഒഫ്രയിൽ അവന്റെ അപ്പനായ യോവാഷിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ഗിദെയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് ബാൽ ബെരീത്തിനെ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു. ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. ഗിദെയോൻ എന്ന യെരുബാൽ ഇസ്രായേലിന് ചെയ്ത എല്ലാ നന്മയ്ക്കും തക്കവണ്ണം അവന്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല. നമ്മെ നമ്മുടെ ഭയങ്ങളിൽ നിന്നും വീണ്ടെടുക്കുവാനും ഉറപ്പില്ലാത്ത സാഹചര്യങ്ങൾ കൂടി നാം കടന്നു പോകുമ്പോൾ നമ്മോടൊപ്പം നടക്കുവാനും മറ്റുള്ളവരുടെ കണ്ണിൽ ഒന്നിനും കഴിവില്ലാത്തവരായ സാധാരണക്കാരെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുവാനും ദൈവത്തിന് സാധിക്കും എന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഗിദെയോന്റെ കഥ. ദൈവം നമ്മോട് ഭയമില്ലാത്തവരായിരിക്കാൻ ആവശ്യപ്പെടുന്നില്ല, മറിച്ച് അവനോട് വിശ്വസ്തരായിരിക്കുവാൻ ആവശ്യപ്പെടുന്നു. കൂടുതൽ ബൈബിൾ അധിഷ്ഠിത വീഡിയോസ് കാണാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെക്കുക.